വാ മോളെ. വിഷ്ണു, ഇത് അനുജ. മോനെ, കൊച്ചിനൊരു ജോലി വേണം, നീ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കാനോ? മേഡം വന്നേ. എന്തുവാ? അല്ല, ഏതാ ഈ കൊച്ചെന്ന്? അത് നമ്മുടെ ചെർമ്മയുടെ കൂട്ടുകാരുടെ അനിയത്തിയാ. ജോലിയുടെ കാര്യമില്ലയോ? അത് ഞാൻ നോക്കിട്ട് പറയാം. ആ കൊച്ചിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് എന്തിനാ? അത് ഞാൻ ചെർമ്മയുടെ അടുത്ത് പറഞ്ഞു. ചേച്ചി, ഞാനൊരു കൊച്ചിന്റെ ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, എന്തോ ആയി? വിഷ്ണു എന്തോ പറഞ്ഞു. അയ്യോ മോളെ, ഞാനതങ്ങ് മറന്നുപോയി. നീ ഒരു കാര്യം ചെയ്യ്, ആ കൊച്ചിൻ്റെ കൂടെ ഇങ്ങോട്ട് വരാൻ പറ. 2 ദിവസത്തിനകം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞ് ജോലി ശരിയായി കൊടുക്കാം. അവൻ വിചാരിച്ച 2 ദിവസമൊക്കെ മതിയല്ലേ? പിന്നല്ലാതെ, അവൻ വലിയ യൂട്യൂബർ അല്ലയോ? 2 ദിവസം കൊണ്ട് ജോലി ഒപ്പിച്ചെടുക്കാനോ? ഇവിടെ എനിക്ക് തന്നെ ഒരു പണിയില്ല. നീ യൂട്യൂബ് ഒക്കെ ചെയ്യുന്നില്ലയോ? ഒരുപാട് പേരെ അറിയത്തില്ലയോ? ഒന്ന് റെക്കമെൻഡ് ചെയ്യടാ. റെക്കമെൻഡാ? ആരുടെ? യൂട്യൂബിന്റെ അടുത്താ? ഞാനങ്ങ് ഏറ്റുപോയടാ, ഒന്ന് നോക്ക്. ഞാൻ മാക്സിമം നോക്കാവേ. അണ്ണാ, പ്രൊമോഷന്റെ കാര്യത്തിന് വന്നാണോ? 2 ദിവസം കഴിയും കേട്ടോ, ഞാൻ വിളിക്കാം. എടാ അതല്ലടാ, നീ ഇടയ്ക്ക് വെച്ചേ എന്റെ കമ്പനിയിലോട്ടെ സ്റ്റാഫിനെ നോക്കുന്നു പറഞ്ഞില്ലായിരുന്നോ? ബികോം കഴിഞ്ഞ ഒരു കൊച്ചുണ്ടായിരുന്നു. അത് അണ്ണാ, അണ്ണന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാനായിരുന്നു കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ മാനേജർ വന്നിട്ടുണ്ട്, പുള്ളിയല്ല നോക്കുന്നത്. എടാ, എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് നോക്കേ, അത്യാവശ്യം. ഞാൻ പറഞ്ഞു നോക്കണ്ണ. ചേട്ടാ, ഞാൻ മറ്റേ ജോലിയുടെ കാര്യം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്റെ റിസ്കിലാണ്. എടാ എനിക്ക് അറിയാവുന്നയാ. കറക്റ്റായിട്ട് വരത്തില്ലേ? അത് വന്നോളൂ. താങ്ക്സ്. എന്തൊരു വേലയാ ചേട്ടാ കാണിച്ചേ. ആ കൊച്ചു ഒരു ദിവസം വന്നു, പിന്നെ വന്നിട്ടേ ഇല്ല. മാനേജറിനെ വായിരിക്കുന്നെല്ലാം ഞാൻ കേട്ട്. എടാ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. വിളിച്ചാലെങ്കിലും ഫോൺ എടുക്കണ്ടേ? എടാ, ആ കൊച്ചിനി വരത്തില്ല. ശരി. എന്തോ അമ്മേ, അവന്റെ വായിക്കുന്ന ഇപ്പൊ ഞാനില്ലേ കിടന്നു വന്നേ. ഞാൻ അറിഞ്ഞ ആ കൊച്ചി ഇങ്ങനെ കാണിക്കുമെന്ന്. ഇതാ വേറൊരാൾക്ക് വേണ്ടിട്ട് ആടുത്ത് സംസാരിക്കാൻ പറ്റാത്തെ. അവരിപ്പോ ഇങ്ങനെ കാണിച്ചില്ലേ? ഞാൻ ഷെർമി ഒന്ന് കാണട്ടെ. അത് അടുത്ത ദിവസം മുതൽ ചെല്ലുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ പോയി ചോദിച്ചായിരുന്നു. മോനെ വിഷ്ണു, അവൾക്ക് പെട്ടെന്ന് എറണാകുളത്ത് പോവേണ്ടി വന്നു. നമ്മുടെ വാക്കിനൊരു വില എന്നിട്ട് മറ്റുള്ളവരെ അവസരം നഷ്ടപ്പെടുത്തി കൊടുക്കുന്നതാ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ഏറ്റെടുത്തോണ്ട് വന്നിട്ടല്ലേ.